CSR ഫണ്ട് തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതി 3 പരാതികളാണ് വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ചത്. പരാതികളിൽ പോലീസ് നടപടി ഇന്ന്. കോൺഗ്രസ് കൗൺസിലർക്കെതിരെയും പരാതി. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷ്റ റഷീദിനെതിരെ പരാതി. ബുഷ്റ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു എന്നാണ് ആരോപണം. ആനന്ദ് പുത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. ആനന്ദ്, CSR ഫണ്ട് തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതി ഉയരുന്നുണ്ടെന്ന് മാത്രമല്ല അവിടെ കോൺഗ്രസ് കൗൺസിലർക്കെതിരെയും പരാതി ഉയരുന്നുണ്ട്. കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ ബുഷ്റ റഷീദിന്റെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു എന്നാണ് ആരോപണം ഉയരുന്നത്. വിവരങ്ങൾ. രോഹിണി, ഇന്ന് രാവിലെ ആദ്യ കേസ് ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ രജിസ്റ്റർ ചെയ്തത് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. 7 വനിതകളുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്തിക്കാട് പോലീസ് ഈ അനന്തകൃഷ്ണനെതിരെ കേസെടുത്തത്. ഇതിൽ 4ഓളം വനിതകൾ സ്കൂട്ടറിന് പകുതി പണം നൽകിയിരുന്നു. അത് മറ്റ് 3 വനിതകൾ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി പണം നൽകിയിരുന്നു. എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഈ വാഗ്ദാനം ചെയ്ത വസ്തുക്കൾ കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾ രംഗത്ത് വരുന്നതും ഈ തട്ടിപ്പറിയുന്നതോടുകൂടി ഇവർ കേസ് നൽകിയിട്ടുള്ളതും. എന്തായാലും ഈ അന്തിക്കാട് പോലീസിലാണ് തൃശ്ശൂരിലെ ആദ്യ കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് വടക്കാഞ്ചേരി പോലീസിലാണ്. 3 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ സമയം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ വടക്കാഞ്ചേരി കൗൺസിലർ ബുഷ്റ റഷീദിനെതിരെയാണ്. ഈ സീഡ് സൊസൈറ്റി ഇത്തരത്തിൽ വടക്കാഞ്ചേരി രൂപീകരിച്ചതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതും ഈ കൗൺസിലറെ ബുഷ്റ റഷീദിന്റെ നേതൃത്വത്തിലാണ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളെല്ലാം ഈ ബുഷ്റ റഷീദിനെതിരെ പരാതി പോലീസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു പോസ്റ്റർ പ്രചാരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൗൺസിലർ നേരിടുന്നു വരുന്നത്. എന്നാൽ കൗൺസിലർ ബുഷ്റ റഷീദ് അത് വിശദീകരണമായി പറയുന്നത് താനും അത്തരത്തിൽ തട്ടിപ്പിന് ഇരയാവുകയായിരുന്നു എന്നാണ്. കുടുംബശ്രീ സ്പോക്കൺ പേഴ്സൺ വഴിയാണ് ഇത്തരത്തിൽ ഇയാളെ പരിചയപ്പെടുന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നതും. പക്ഷെ തന്നെയും വഞ്ചിക്കപ്പെട്ടു. 48 പേരാണ് ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളതാണ് ബുഷ്റ റഷീദ് പറയുന്നത്. ബുഷ്റ റഷീദിനും പണം നഷ്ടമായെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ വടക്കാഞ്ചേരി ഈ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളെ അടക്കം തീരുമാനം. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.